ചെറിയൊരു ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണേ. പോകുന്ന വഴിയിൽ ഇച്ചിരി കപ്പയും കാന്താരിയും വാങ്ങിയാലോ. ഇന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോയത് എൻജോയ് ക്വാർട്ടേഴ്സിലോട്ടാണേ. നമുക്കത് ഭയങ്കര നിയർ ആട്ടോ. അപ്പോൾ അവിടെ പോയി നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാം, കൂടെ കുറച്ച് കപ്പയും കാന്താരിയും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് നമുക്ക് കപ്പയും കാന്താരിയും ആക്കാം. ഹസ്ബൻഡ് ആഗ്രഹമാണേ. ആളൊരു ചെറിയ പരുക്കൊക്കെ കഴിഞ്ഞിരിക്കുക, അപ്പം നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. വന്ന വഴി നമുക്ക് കപ്പയും കാന്താരിയൊക്കെ കിട്ടിയേട്ടോ. നാട്ടിൽ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കാന്താരി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്നൊരു ആഗ്രഹം വന്നാൽ നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും പരിപാടികളെല്ലാം വാങ്ങി നമ്മൾ ഇറങ്ങി കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് കപ്പ നല്ല ഇഷ്ടമാണ് കേട്ടോ. ആളിച്ചിരി മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിൽ കപ്പ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി, ആളെ ഓക്കെ ആകും. ഞാൻ വിചാരിക്കാറുണ്ട് ബാൽക്കണിയിൽ ഒരു മൂട് കപ്പ നട്ടാലൊന്ന്. അതുപോലെയാണ് വീട്ടിലെ കപ്പയുടെ ചിലവ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ചെണ്ടൻ കപ്പയും കാന്താരി ചമ്മന്തിയും കൂടെ ഇച്ചിരി ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ കട്ടൻ ചായയും. ആകെ ഈ കപ്പ തൊണ്ട് പൊളിച്ച് കഷ്ണങ്ങളാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വയ്ക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചടപടയും നടക്കും. കപ്പ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുമേ. ഇതുപോലെ ആരെങ്കിലും കപ്പയുടെ തൊണ്ട് പൊളിക്കാറുണ്ടോ? ഇങ്ങനെ കൈകൊണ്ട് മാത്രമായിട്ട്. പണ്ട് കത്തി ഉപയോഗിക്കാൻ പേടിയായിരുന്നു, ഇനിയിപ്പം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്. ചില കപ്പയൊക്കെ ഇങ്ങനെ അങ്ങ് പോരും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പണി പെട്ടെന്ന് തീരുവേ. ഇന്നിപ്പോൾ കപ്പ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി സമയമെടുത്തു പരിപാടിയെല്ലാം തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കപ്പ കുത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ പോയി കഴുകി എടുത്തുകൊണ്ട് വരാവേ. നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഗ്ലാമറാക്കിയിട്ട് ഇനി അടുപ്പത്തേക്ക് വയ്ക്കാവേ. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം, അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാം കേട്ടോ. നമ്മുടെ കാന്താരി ചമ്മന്തിക്ക് ആകെ വേണ്ടത് ഇച്ചിരി ചുവന്നുള്ളിയും കുടംപുളിയും കാന്താരിയും ഉപ്പും വെളിച്ചെണ്ണയാണേ. അപ്പോൾ നമ്മുടെ ഇടികല്ലിലേക്ക് ചുവന്നുള്ളിയും പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 8 അല്ലി ചുവന്നുള്ളിയാണ് എടുത്തത്. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കാന്താരിയുടെ കളർ എടുത്തിരിക്കണം കേട്ടോ. അതുകൊണ്ട് ചുവന്നുള്ളി കുറച്ചേ ചേർക്കണുള്ളൂ. എങ്കിലും നല്ലപോലെ ചതച്ചെടുക്കണേ. ഇനി അതിലേക്ക് ഉപ്പിടാവേ. കല്ലുപ്പാണെങ്കിൽ അതാട്ടോ നല്ലത്. എൻ്റെ കല്ലുപ്പിൻ്റെ ബോക്സിനകത്ത് കുറച്ച് പൊടിയുപ്പും കൂടെ പെട്ടു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കാന്താരിയ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കുണ്ടോയെന്ന് വെച്ചാൽ ഒരു കൈക്കുമ്പിളി കൊള്ളുന്ന അത്ര കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ എരിവ് എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അത്രയും എടുത്തു. നമ്മുടെ ഇടികളിലോട്ടിട്ട് നല്ലോണം ചതച്ചെടുത്തേ. ഇതിങ്ങനെ ഇടികളിലിട്ട് ചതയ്ക്കുന്നത് നല്ല പണിയാട്ടോ. കുറേ നേരം എടുക്കുന്നു ശരിയായി കിട്ടാനായിട്ട്. ഇതെല്ലാം പൊട്ടി ചെറിയ ചെറിയ പീസായിട്ട് വരണേ. എത്ര അരയുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇച്ചിരി സമയം എടുത്താലും കാന്താരി ചമ്മന്തിയാണെങ്കിൽ നമ്മൾ കല്ലിൽ തന്നെ തിരുമ്മി എടുക്കും കേട്ടോ. മിക്സിയിലിട്ട് അടിക്കാറില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ടേ. ഇനി അത് നമുക്ക് പയ്യെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാവേ. എനിക്ക് ഈ എണ്ണയുടെ കണക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊഴിക്കും, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും, പിന്നെയും കുറച്ചൊഴിക്കും, മിക്സ് ചെയ്യും. ലാസ്റ്റ് അമ്മ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഒട്ടും എണ്ണയായിട്ടില്ല, കുറച്ച് അധികം ഒഴിക്കണമെന്ന്. ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ആയിട്ട് അതിനകത്ത് എണ്ണ തെളിഞ്ഞ് നിൽക്കണം പോലും. എന്തായാലും ആ പരിപാടി കഴിഞ്ഞട്ടോ. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പോയി കപ്പ വെന്തോന്ന് നോക്കാനുണ്ട്, അതുപോലെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. കപ്പ ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഉപ്പിട്ട് ഒന്നും കൂടെ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. ചെമ്മീൻ ചമ്മന്തി നമ്മൾ മിക്സിയുടെ ജാറിലാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ ഇട്ട് ഒരു 4-5 കാന്താരി ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയെ. എന്നിട്ട് അതും എണ്ണയിൽ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അതേ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പയ്യെ നമുക്ക് ഊറ്റാം. ചെണ്ടൻ കപ്പ ഊറ്റി വെച്ച് അതൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്കൊരു കട്ടൻ ഇട്ടാലോ. ഈ ചെണ്ടൻ കപ്പയുടെ കൂടെ ഒരു കട്ടനോടെ കൂട്ടിയല്ലേ അതങ്ങ് സെറ്റാകത്തുള്ളൂ. അപ്പോൾ കട്ടൻ ചായ കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ആൾ 1.5 കൈയും കൊണ്ട് വാഴയില ഉറയ്ക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ തിന്നാനുള്ള വാഴയില റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പയ്യെ ഇലയിലേക്ക് മാറ്റാവേ. നല്ല ചൂടുള്ള ചെണ്ടൻ കപ്പയും കാന്താരി ചമ്മന്തിയും. ഇനി ഇതിൻ്റെ കൂടെ സൈഡിലായിട്ട് ഇച്ചിരി ചെമ്മീൻ ചമ്മന്തി. സൈഡിൽ ഒരു ഗ്ലാസ് കട്ടനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റർ വിളിക്കാം. ഇന്ന് ടേസ്റ്റ് ചെയ്യാനെത്തുന്ന നമ്മുടെ പാവ രോഗിയാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നു വിചാരിച്ച് കുറേ നേരം നോക്കിയിരുന്നു. എവിടെ കപ്പയും ചമ്മന്തിയും കേട്ടിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ ആർക്ക് നേരം.
ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആട്ടോ. തണുത്ത കാറ്റൊക്കെ ആയിട്ട് 4 കഷ്ണം ചെണ്ടൻ കപ്പയ്ക്കും ചമ്മന്തിക്കും 1 ഗ്ലാസ് കട്ടൻ ചായയ്ക്കും ഇത്രയും വലിയ മാജിക്ക് കാണിക്കാൻ പറ്റുമോ?